നമുക്ക് തിയറത്തിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. ടു പ്രൂവ് ദാറ്റ് ഓർഡർ ഓഫ് എ റൈസ് ടു കെ ഇസ് ഈക്വൽ ടു എൻ ബൈ ജി സി ഡി ഓഫ് എൻ ആൻഡ് കെ. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് ആദ്യമായിട്ട് ഓർഡർ ഓഫ് എ റൈസ് ടു ഡി കണ്ടുപിടിക്കാൻ പോവാണ്. ആ ഓർഡർ ഓഫ് എ റൈസ് ടു ഡി ഇസ് ഈക്വൽ ടു എൻ ബൈ ഡി എന്ന് കാണാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത ഓർഡർ ഓഫ് എ റൈസ് ടു കെ ആണ് കാണേണ്ടത്. പക്ഷേ അതിന് പകരം നമ്മൾ കാണാൻ പോകുന്നത് ഓർഡർ ഓഫ് എ റൈസ് ടു ഡി ആണ് കാണുന്നത്. ഈ കാര്യം മറ്റൊന്നുമല്ല, നമുക്ക് അറിയാവുന്ന റിസൾട്ട് ഇതാണ് ഞാൻ ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഓർഡർ ഓഫ് എ റൈസ് ടു ഡി ഇസ് ഈക്വൽ ടു ഓർഡർ ഓഫ് സൈക്ലിക് എ റൈസ് ടു ഡി. നേരത്തെ പഠിച്ചിരിക്കുന്ന ഒരു റിസൾട്ടാണ്. ഒരു എലമെൻറ്റിൻ്റെ ഓർഡറും ആ എലമെൻറ്റ് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പിൻ്റെ ഓർഡറും സെയിം ആണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. എ റൈസ് ടു ഡി എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഓർഡർ കണ്ടുപിടിക്കുന്നു. എ റൈസ് ടു ഡി വെച്ച് ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പ്, അതാണ് സൈക്ലിക് എ റൈസ് ടു ഡി. അതിൻ്റെ ഓർഡറും രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈക്വൽ ടു ഓർഡർ ഓഫ് സൈക്ലിക് എ റൈസ് ടു കെ. അപ്പോൾ ഇത്രയാണ് ഓർഡർ ഓഫ് സൈക്ലിക് എ റൈസ് ടു കെ ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഓർഡർ ഓഫ് എ റൈസ് ടു കെ. ഇത്രയും കിട്ടിയത് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നിന്നാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എഴുതിയേക്കുന്ന കാര്യമാണ് സൈക്ലിക് എ റൈസ് ടു ഡി സെയിം ആ സൈക്ലിക് എ റൈസ് ടു കെ എന്ന് കിട്ടി. അപ്പോൾ രണ്ട് ഗ്രൂപ്പും സെയിം ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഓർഡേഴ്സും സെയിം ആയിരിക്കും. അതായത് ഓർഡർ ഓഫ് സൈക്ലിക് എ റൈസ് ടു ഡി സെയിം ആസ് ഓർഡർ ഓഫ് സൈക്ലിക് എ റൈസ് ടു കെ. അപ്പോൾ അതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? എ റൈസ് ടു ഡിയുടെ ഓർഡറും എ റൈസ് ടു കെയുടെ ഓർഡറും രണ്ട് സെയിം ആണെന്ന് കിട്ടും. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് എ റൈസ് ടു ഡിയുടെ ഓർഡർ കാണുന്നു, അത് എൻ ബൈ ഡി എന്ന് കാണുന്നു. ആൻഡ് വാട്ട് ഈസ് ഡി? ഡി ഈസ് ദ ജി സി ഡി ഓഫ് എൻ ആൻഡ് കെ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. എ റൈസ് ടു ഡി ദ ഹോൾ റൈസ് ടു എൻ ബൈ ഡി കാണുന്നു. എ റൈസ് ടു ഡി ദ ഹോൾ റൈസ് ടു എൻ ബൈ ഡി ബിക്കംസ് എ റൈസ് ടു എൻ. ഡി ക്യാൻസൽ ആയിട്ട് എ റൈസ് ടു എൻ ആവും. ആൻഡ് വാട്ട് ഈസ് എ റൈസ് ടു എൻ? എ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു ഇ. അപ്പോൾ അതിനർത്ഥം എന്താ? എ റൈസ് ടു ഡിയുടെ പവർ ആയിട്ട് എൻ ബൈ ഡി വന്നാൽ ഐഡൻറ്റിറ്റി ആൻസർ കിട്ടും. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഒരു എലമെൻറ്റിൻ്റെ പവർ ഐഡൻറ്റിറ്റിയിൽ വന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ എലമെൻറ്റിൻ്റെ ഓർഡർ ഒന്നുകിൽ ഈ എൻ ബൈ ഡി തന്നെ ആകാം, അതല്ലെങ്കിൽ അതിനേക്കാൾ ചെറുതാകാം. ഈ രണ്ട് കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ യു ഓഫ് 10ൽ 3യുടെ ഓർഡർ 4 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി 3⁸ കണ്ടു കഴിഞ്ഞാൽ 1 കിട്ടും. 3⁻12 കണ്ടാലും അവിടെ 1 കിട്ടും. പക്ഷേ 1 കിട്ടുന്ന ഏറ്റവും ചെറിയ എലമെൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ പവർ എന്ന് പറയുന്നത് 3⁻4 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്, യു ഓഫ് 10ൽ 3⁸ 1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? തീർച്ചയായിട്ടും ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഒന്നുകിൽ 8 ആകാം, അല്ലെങ്കിൽ 8ൽ താഴെ വരാം. അതല്ലാതെ 8ൽ കൂടുതലാകാനായിട്ട് യാതൊരു സാധ്യതയില്ല. കാര്യം ഏറ്റവും ലീസ്റ്റ് നമ്പറിനെയാണ് നമ്മൾ ഓർഡർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ എ റൈസ് ടു ഡി ദ ഹോൾ റൈസ് ടു എൻ ബൈ ഡി കണ്ടപ്പോൾ ഐഡൻറ്റിറ്റി എന്ന് കിട്ടിയാൽ തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പിക്കാം, എ റൈസ് ടു ഡിയുടെ ഓർഡർ ഒന്നുകിൽ എൻ ബൈ ഡി ആകാം, അല്ലെങ്കിൽ അതിൽ താഴെ വരാം. അതാണ് എഴുതിയിരിക്കുന്നത് ഓർഡർ ഓഫ് എ റൈസ് ടു ഡി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ബൈ ഡി. അപ്പോൾ അത് എ റൈസ് ടു ഡിയുടെ ഡെഫിനിഷൻ അനുസരിച്ചിട്ടാണ്, അതിൻ്റെ ഓർഡറിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ചാണ് നമ്മളിങ്ങനെ പറയുന്നത്. അപ്പോൾ എ റൈസ് ടു ഡിയുടെ ഓർഡർ എൻ ബൈ ഡി ആകാം, അതിൽ കുറവാകാം. അപ്പം ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നു, അതിൻ്റെ ഓർഡർ ഐ എന്നിരിക്കട്ടെ. ദാറ്റ് ഈസ് ലെറ്റ് ഓർഡർ ഓഫ് എ റൈസ് ടു ഡി ഇസ് ഈക്വൽ ടു ഐ. അപ്പോൾ അതിനർത്ഥം എന്താ? തീർച്ചയായിട്ടും എ റൈസ് ടു ഡിയുടെ ഓർഡർ ഐ ആണ് എന്ന് പറഞ്ഞ അർത്ഥം ഈ ഐയുടെ വാല്യൂ പരമാവധി എത്രയാകാൻ പറ്റുള്ളൂ? എൻ ബൈ ഡി ആകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ബൈ ഡി. അപ്പോൾ ഇനി മനസ്സിലാക്കണം, എ റൈസ് ടു ഡിയുടെ ഓർഡറാണ് ഐ എന്ന് പറഞ്ഞാൽ ഓർഡറിൻ്റെ ഡെഫിനിഷൻ എന്താ? ഡെഫിനിഷൻ the I is the least positive integer such that a raised to d the whole raised to I equal to e. അപ്പോൾ a raised to d the whole raised to I equal to e ആകത്തക്ക വിധത്തിലുള്ള ഏറ്റവും ലീസ്റ്റ് നമ്പറാണ് I എന്ന് പറയും. And what is a raised to d the whole raised to I? Which is a raised to id. a raised to id is equal to e. നമ്മളിനി പ്രൂവ് ചെയ്യാൻ പോകുന്നത് I less than n by d is false എന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. അതായത് ഐ എന്ന് പറയുന്നത് എ റൈസ് ടു ഡിയുടെ ഓർഡറാണ്. എ റൈസ് ടു ഡിയുടെ ഓർഡറാണ് ഐ എന്ന് പറയുന്നു. ഇപ്പോൾ എ റൈസ് ടു ഡി ദ ഹോൾ റൈസ് ടു എൻ ബൈ ഡി കണ്ടപ്പോൾ ഐഡൻറ്റിറ്റി എന്ന് കിട്ടി. എ റൈസ് ടു ഡി ദ ഹോൾ റൈസ് ടു ഐ ഐഡൻറ്റിറ്റി ആണെന്ന് കിട്ടി. നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഐ ഒരു കാരണവശാലും എൻ ബൈ ഡി ചെറുതാകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഐ ഈസ്
ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി എൻ ബൈ ഡി എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ലെറ്റ് ഓർഡർ ഓഫ് എറേസ് ഡി ഈക്വൽ ടു ഐക്കകത്ത് നമ്മൾ അങ്ങനെ കിട്ടി ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ബൈ ഡി എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ബൈ ഡി എന്നുള്ളൊരു കണ്ടീഷൻ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവസാനം എന്ത് കിട്ടും? ഐ ഈസ് ഈക്വൽ ടു എൻ ബൈ ഡി ആയിട്ട് മാറും. അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഓൾറെഡി കിട്ടിയിരിക്കുന്നത് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ബൈ ഡി എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഐ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എൻ ബൈ ഡി എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്ത് കിട്ടേണ്ടത്. ഞാൻ തുടക്കത്തിൽ എഴുതാൻ പോകുന്നത് എന്താണ്? ഐ ലെസ് ദാൻ എൻ ബൈ ഡി എന്ന് ഒരു കാരണവശാലും കിട്ടത്തില്ല, അല്ലെങ്കിൽ അത് ഫോൾസ് ആണ് എന്നാണ് നമ്മൾ ആദ്യമായിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ഒരു കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ് പോകുന്നത്. അതായത് നമ്മൾ എന്ത് പറയുന്നു? ഐ ലെസ് ദാൻ എൻ ബൈ ഡി ആയാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം, എന്തെങ്കിലും ഒരു കോൺട്രഡിക്ഷനിൽ എത്തുമോ എന്ന് നോക്കാം. അപ്പോൾ ആദ്യം എന്താ ചെയ്തത്? ലെറ്റ് ഐ ലെസ് ദാൻ എൻ ബൈ ഡി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? ഐ ഡി ലെസ് ദാൻ എൻ. അപ്പോൾ എ റൈസ് ടു ഐ ഡി ഈക്വൽ ടു ഇ എന്ന് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. എന്നാൽ ഈ ഐ ഡി ലെസ് ദാൻ എൻ എന്ന് പറയുന്നു ഇത് പോസിബിൾ അല്ല. കാര്യം എയുടെ ഓർഡർ എൻ ആണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്താ? എ റൈസ് ടു ഐ ഡി കണ്ടപ്പോൾ ഇ എന്ന് കിട്ടി. ആ ഐ ഡി ഉറപ്പായിട്ടും എന്നിൽ കുറവാണ്. അത് പോസിബിൾ അല്ല. കാര്യം ലീസ്റ്റ് നമ്പർ ഐഡൻറ്റിറ്റി കിട്ടുന്ന ലീസ്റ്റ് നമ്പറാണ് എൻ. അതിനേക്കാൾ ചെറിയൊരു നമ്പർ ഐ ഡി വരാനായിട്ട് യാതൊരു സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അസംഷൻ ഫോൾസ് ആണ്. എന്താ അസംഷൻ എന്ന് പറഞ്ഞത്? ഐ ലെസ് ദാൻ എൻ ബൈ ഡി എന്നെടുത്തപ്പോഴാണ് ഈ ഒരു കോൺട്രഡിക്ഷനിലേക്ക് എത്തിയത്. അപ്പോൾ പിന്നെ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. എന്തായിരിക്കും? ഐ ഡി ലെസ് ദാൻ എൻ ഫോൾസ് ആണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഐ ഡി എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആയിരിക്കും. അപ്പോൾ ഐ ഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ബൈ ഡി എന്ന് എഴുതി. ഇപ്പോൾ എങ്ങനെ വന്നു? ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ബൈ ഡി. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താ? ഇതാണ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ബൈ ഡി. ഇപ്പോൾ കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് എന്ത് കിട്ടി? ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ബൈ ഡി എന്ന് കിട്ടി. ഇത് രണ്ടും കൂടെ ചേർന്നാൽ എന്താവും? രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടാണ് ഐ ഈക്വൽ ടു എൻ ബൈ ഡി. ഐ ഈക്വൽ ടു എൻ ബൈ ഡി. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഐ ഈക്വൽ ടു എൻ ബൈ ഡി എന്ന് കിട്ടി. അപ്പോൾ ഇതാ ഐ ഈക്വൽ ടു എൻ ബൈ ഡി. അപ്പോൾ ദാറ്റ് ഈസ് ഓർഡർ ഓഫ് എ റൈസ് ടു ഡി ഇസ് ഈക്വൽ ടു എൻ ബൈ. നമ്മൾ തുടങ്ങിയത് എങ്ങനെയാണ്? ഓർഡർ ഓഫ് എ റൈസ് ടു ഡി ഇസ് ഈക്വൽ ടു ഐ എന്ന് തുടങ്ങി. ആ ഐ ആണ് ഇപ്പോൾ എൻ ബൈ ഡി ആയിട്ട് മാറിയത്. ദാറ്റ് ഈസ് ഓർഡർ ഓഫ് എ റൈസ് ടു ഡി ഇസ് ഈക്വൽ ടു എൻ ബൈ ഡി. ആൻഡ് വാട്ട് ഈസ് ഡി? ഡി ഈസ് ജി സി ഡി ഓഫ് എൻ ആൻഡ് കെ. ആൻഡ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓർഡർ ഓഫ് എ റൈസ് ടു ഡിയും ഓർഡർ ഓഫ് എ റൈസ് ടു കെയും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വാട്ട് ഇസ് ദ കൺക്ലൂഷൻ? ഓർഡർ ഓഫ് എ റൈസ് ടു കെ ഇസ് ഈക്വൽ ടു എൻ ബൈ ജി സി ഡി ഓഫ് എൻ ആൻഡ് കെ. ആ ഒരു ഫോർമുലയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. അപ്പോൾ ഒരു ആർഗ്യുമെൻറ്റ് എങ്ങനെയൊക്കെ വരും എന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഓർഡർ ഓഫ് എ റൈസ് ടു കെ ഇസ് ഈക്വൽ ടു എൻ ബൈ ജി സി ഡി ഓഫ് എൻ ആൻഡ് കെ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഓർഡർ ഓഫ് എ റൈസ് ടു കെ നേരിട്ട് കാണുന്നതിന് പകരം നമ്മൾ ഓർഡർ ഓഫ് എ റൈസ് ടു ഡി കാണുന്നു. കാര്യം വേറൊന്നുമല്ല, ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഓർഡർ ഓഫ് എ റൈസ് ടു ഡിയും ഓർഡർ ഓഫ് എ റൈസ് ടു കെയും ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓർഡർ ഓഫ് എ റൈസ് ടു ഡി എൻ ബൈ ഡി എന്ന് കിട്ടാനായിട്ട് ഉള്ള മാർഗം എന്ന് പറയുന്നത് എന്താണ്? ആദ്യം എ റൈസ് ടു ഡിയുടെ റൈസ് ടു എൻ ബൈ ഡി കണ്ടു നോക്കുന്നു. അപ്പോൾ ഐഡൻറ്റിറ്റി എന്ന് കിട്ടുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ്, ഓർഡർ ഓഫ് എ റൈസ് ടു ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ബൈ ഡി ആയിരിക്കും. ആ ഓർഡർ ഓഫ് എ റൈസ് ടു ഡി ഐ എന്നെടുത്തു. അപ്പോൾ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ബൈ ഡി എന്ന് കിട്ടി. തുടർന്ന് ഉള്ള ആർഗ്യുമെൻറ്റിലൂടെ നമ്മൾ ഐ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എൻ ബൈ ഡി എന്ന് കിട്ടി. അങ്ങനെയാണ് നമ്മളെ പ്രൂഫിലേക്ക് എത്തിച്ചേർന്നത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ചെയ്യേണ്ടത് വീഡിയോ കേട്ട് ഒന്ന് മനസ്സിലാക്കുക. അതിനുശേഷം വീഡിയോ ഓഫ് ചെയ്ത് തനിയെ ഈ പ്രൂഫ് എഴുതാൻ ശ്രമിക്കുക. തനിയെ കിട്ടുന്നില്ലെങ്കിൽ മാത്രം വീണ്ടും വീഡിയോ കാണുക. അപ്പോൾ ഒരിക്കൽ കണ്ട ശേഷം വീഡിയോ ഓഫ് ചെയ്ത് തനിയെ പ്രൂഫ് എഴുതാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ എപ്പോൾ പൂർണ്ണമായിട്ടും കിട്ടുന്നോ അപ്പോൾ നിങ്ങളത് പഠിച്ചു കഴിയും. പിന്നീട് ഇടയ്ക്ക് അത് റിവൈസ് ചെയ്താൽ മതിയാവും. എങ്കിൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. തിയറം ലെങ്തിയാണ്, പക്ഷേ ഞാനതിനെ ഒന്ന് ചെറിയ ചെറിയ വീഡിയോസാക്കി തന്നിരിക്കുകയാണ്.
നിങ്ങൾക്ക് സൗകര്യപൂർവ്വം ആ വീഡിയോസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മെയിനായിട്ടുള്ള തിയറമാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിന് 3-4 കൊറോളറീസ് വരുന്നുണ്ട്. ഓരോ തിയറത്തിനും ഓരോ കൊറോളറീസ് വരുന്നുണ്ട്. അത് 1 by 1 ആയിട്ട് ഓരോ കൊറോളറി നമുക്ക് നോക്കാം. കൊറോളറി 1 വളരെ പെട്ടെന്ന് ഫോളോ ചെയ്യുന്ന കൊറോളറിയാണ്. നമുക്കത് ഇവിടെ തന്നെ ഒന്ന് കവർ ചെയ്യാൻ ശ്രമിക്കാം. കൊറോളറി 1 പറഞ്ഞാൽ എന്താണെന്ന് നോക്കിയാൽ, ഇൻ എ ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ദ ഓർഡർ ഓഫ് ആൻ എലമെൻറ്റ് ഡിവൈഡ്സ് ദ ഓർഡർ ഓഫ് ദ ഗ്രൂപ്പ്. അപ്പോൾ ഒരു ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് കിട്ടുകയാണെങ്കിൽ ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ ആ ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് റിസൾട്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ കാണുന്നു, ഗ്രൂപ്പിൻ്റെ ഓർഡർ കാണുന്നു, തീർച്ചയായിട്ടും എലമെൻറ്റിൻ്റെ ഓർഡർ ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ദ എബോവ് തിയറമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ, ഇൻ എ ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സൈക്ലിക് ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുന്നു, ഫൈനൈറ്റ് ആയിട്ടുള്ള സൈക്ലിക് ഗ്രൂപ്പ്. അപ്പോൾ ലെറ്റ് ജി ബി എ ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഫൈനൈറ്റ് എന്ന് പറഞ്ഞ അർത്ഥം തീർച്ചയായിട്ടും അതിനകത്ത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഫൈനൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ ഓർഡർ ഫൈനൈറ്റ് ആയിരിക്കും. ആ ഓർഡർ ഞാൻ n എന്ന് ചൂസ് ചെയ്യുന്നു. ഇനി ഇത് സൈക്ലിക് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ അതിനൊരു ജനറേറ്റർ ഉണ്ടായിരിക്കും. ആ ജനറേറ്ററിനെയാണ് ഞാൻ a എന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? ഓർഡർ ഓഫ് ജി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഓർഡർ ഓഫ് ദ ജനറേറ്റർ, ദാറ്റ് ഈസ് ഓർഡർ ഓഫ് എ ഈക്വൽ ആയിരിക്കും. ആ ഓർഡർ ഓഫ് എ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഓർഡർ ഓഫ് സൈക്ലിക് എ ഈക്വൽ ആയിരിക്കും. ഇനി ജിക്കകത്ത് n എലമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഓർഡർ ഓഫ് ജി ഈക്വൽ ടു എത്ര എന്ന് എഴുതി? n എന്ന് എഴുതി. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ആർബിട്രറി എലമെൻ്റ് എടുക്കുന്നു. അപ്പോൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഗ്രൂപ്പിനകത്തുള്ള ഏത് എലമെൻറ്റിൻ്റെയും ഓർഡർ ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഗ്രൂപ്പിനകത്തുള്ള ഏത് എലമെൻറ്റും നമുക്ക് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഗ്രൂപ്പിനകത്തുള്ള ഏത് എലമെൻറ്റും എന്നുള്ളതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് ആർബിട്രറി എലമെൻറ്റ്. അപ്പോൾ ഗ്രൂപ്പിനകത്ത് ഞാനൊരു ആർബിട്രറി എലമെൻറ്റ് ചൂസ് ചെയ്തു. അതാണ് ലെറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ജി ബി ആർബിട്രറി. ഇനി നമുക്കറിയാം ജി സൈക്ലിക് ഗ്രൂപ്പാണ്, എ ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് ഗ്രൂപ്പാണ് ജി. അപ്പോൾ ജിക്കകത്തെ ആർബിട്രറി എലമെൻ്റാണ് എക്സ് എങ്കിൽ തീർച്ചയായിട്ടും ആ എക്സ് എന്ന് പറയുന്നത് എയുടെ ഏതെങ്കിലും ഒരു പവർ ആയിരിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എ റൈസ് ടു കെ ഫോർ സം കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് തൊട്ട് മുമ്പത്തെ തിയറം അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ആ തിയറത്തിൻ്റെ പാർട്ട് 2 അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നോക്കാം, എക്സിൻ്റെ ഓർഡർ കാണാം. സോ വാട്ട് ഈസ് ഓർഡർ ഓഫ് എക്സ്? ഓർഡർ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഓർഡർ ഓഫ് എ റൈസ് ടു കെ. നമ്മൾ തിയറം 2 അനുസരിച്ചിട്ട് ഫോർമുല നമുക്ക് കിട്ടിക്കഴിഞ്ഞു, n ബൈ ജി സി ഡി ഓഫ് എൻ ആൻഡ് കെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഓർഡർ ഓഫ് എക്സ് എന്ന് പറയുന്നത് n ബൈ ജി സി ഡി ഓഫ് എൻ ആൻഡ് കെ ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും ഓർഡർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ആരെ ഡിവൈഡ് ചെയ്യും? എന്നിനെ ഡിവൈഡ് ചെയ്യും. അത് സംശയമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓർഡർ ഓഫ് എക്സ് ഇൻറ്റു ജി സി ഡി ഓഫ് എൻ ആൻഡ് കെ കണ്ടു നോക്കാം. ഓർഡർ ഓഫ് എക്സ് ഇൻറ്റു ജി സി ഡി ഓഫ് എൻ ആൻഡ് കെ ഇസ് ഈക്വൽ ടു n എന്ന് കിട്ടും. അതായത് എന്നിൻ്റെ ഫാക്ടറാണ് ഓർഡർ ഓഫ് എക്സ്. അല്ലെങ്കിൽ എന്ത് പറയാം? ഓർഡർ ഓഫ് എക്സ് ആരെ ഡിവൈഡ് ചെയ്യുന്നു? എന്നിനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഒരു ആർബിട്രറി എലമെൻ്റാണ്. ആ ആർബിട്രറി എലമെൻറ്റിൻ്റെ ഓർഡർ എന്നെ ഡിവൈഡ് ചെയ്യുന്നു. എന്ന് പറയുന്നത് എന്താ? ഗ്രൂപ്പിൻ്റെ ഓർഡർ. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട്. അപ്പോൾ ഒരു ആർബിട്രറി എലമെൻറ്റിൻ്റെ ഓർഡർ ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആ പ്രൂഫ് ഒന്ന് സമ്മപ്പ് ചെയ്യാം. നമ്മൾ എടുക്കുന്നത് ഒരു ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഫൈനൈറ്റ് ആയിരിക്കും. ആ ഗ്രൂപ്പിനെ ഞാൻ ആ ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ n എന്ന് വിളിക്കുന്നു. ഇത് സൈക്ലിക് ആയതുകൊണ്ട് ഇതിനൊരു ജനറേറ്റർ ഉണ്ടായിരിക്കും. ആ ജനറേറ്ററാണ് എ. അപ്പോൾ ആ ജി എങ്ങനെ എനിക്ക് എഴുതാം? സൈക്ലിക് എ എന്ന് എഴുതാനായിട്ട് സാധിക്കും. ആ സൈക്ലിക് എയുടെ ഓർഡർ എന്ന് പറയുന്നത് n ആയിരിക്കും. ഇനി ഗ്രൂപ്പിനകത്തുള്ള ഒരു ആർബിട്രറി എലമെൻറ്റിൻ്റെ ഓർഡറാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ആർബിട്രറി എലമെൻറ്റിനെ എക്സ് എന്നെടുത്തു. ജനറേറ്റർ എ ആയതുകൊണ്ട് എക്സിനെ എനിക്ക് എയുടെ പവറായിട്ട് എഴുതാം. അതിനുശേഷം ഓർഡർ ഓഫ് എക്സ് കാണാനായിട്ട് നേരത്തെ ഉള്ള തിയറം അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഏത് കൺക്ലൂഷനിലേക്ക് എത്താം? ഓർഡർ ഓഫ് എക്സ് ഡിവൈഡ്സ് n എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കും. സോ വാട്ട് ഇസ് എ കൺക്ലൂഷൻ? ഓർഡർ ഓഫ് ആൻ എലമെൻറ്റ് ഡിവൈഡ്സ് ദി ഓർഡർ ഓഫ് ദി ഗ്രൂപ്പ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സഹായിച്ചു ഈ ഒരു റിസൾട്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ വീഡിയോ